എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷം വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടോ കേട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണേ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരുവിന്റെ മനോഹറിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടി ചടങ്ങ് നടക്കാൻ പോവാണ്. ഈ സമയത്ത് രൂപയും രാഹുലും ശാരിയും മാത്രം അവിടെ ഉള്ളൂ, ബാക്കി ആരും ഇല്ലാതാനും. അങ്ങനെ നൂല് കെട്ടി മനോഹർ മടി വെച്ച് പിന്നീട് പേര് വിളിക്കാനുള്ള സമയമാണ്. ഈ സമയത്ത് മനോഹർ പറഞ്ഞു, അതെ കുഞ്ഞിനിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയാവോ? മനോഹറിന്റെ മായും സരുവിന്റെ സായി ചേർത്തിട്ടൊരു പേരാ ഇട്ടിരിക്കുന്നു പറയണം. ഇത് കേട്ടതും ശാരിയും രാഹുലും പരസ്പരം നോക്കുവാണ്. അവർക്ക് ഒട്ടും സഹിച്ചില്ല അങ്ങോട്ട് പറഞ്ഞതുപോലും. അതെ അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് രൂപ ചോദിക്കുകയാണ്. നല്ലൊരു പേരിട്ടാ പോരെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം മനോഹർ പറഞ്ഞു, അതെ കുഞ്ഞിനിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയോ? മാനസാന്ന് പറയണം. ഇത് കേട്ടപ്പം രാഹുൽ പറഞ്ഞു, മനോഹറിന്റെ മായ അങ്ങോട്ട് കളഞ്ഞാലും കുഴപ്പമില്ലോ എന്ന് പറയണം. സരുവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അല്ല അച്ഛൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? എപ്പോഴും നെഗറ്റീവ് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് രാഹുലിനെ കുറ്റപ്പെടുത്താണ്. കേട്ടില്ല ആന്റി, ഇതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമായിട്ട് ഇരിക്കുമെന്ന് പറയാം. ഇപ്പൊ തന്നെ പറഞ്ഞു കേട്ടില്ലെന്ന് ചോദിക്കാം. ഇനി കുഞ്ഞിന് വേണ്ടി കേക്ക് കട്ട് ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ട് രൂപ പറഞ്ഞു, കേക്ക് കട്ടിയുടെ കാര്യമുണ്ടോ? പായസം അല്ലേന്ന് ചോദിക്കും. അതുപോരാ, നമ്മൾ കേക്ക് കട്ട് ചെയ്യണമെന്ന് പറയാണ്. കേക്ക് കട്ട് ചെയ്ത് വേണം ആഘോഷിക്കാനെന്ന് പറയാം. പിന്നീട് നൂല് കെട്ടുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഇതേ ഭയങ്കര സന്തോഷത്തില് അവിടെ കിടന്ന് വലിയ ഒച്ചത്തിലേക്കാണ് സരു ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അപ്പുറത്തുള്ളവർ കേൾക്കണം. കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങാണ് അന്ന്. ആ ഒരു ചിന്തയാണ് സരുവിന്റെ മനസ്സിൽ. അപ്പുറത്തുള്ളവരെ എങ്ങനെയും വെല്ലുവിളിക്കണം. കാരണം അവിടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുവാണല്ലോ. അപ്പൊ അവരെയും കൂടെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പ്രകാശൻ ഇരിക്കുകയാണ്. വിക്രം അടുത്തുണ്ട്. പ്രകാശൻ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇന്നലെ അവളെ കണ്ടതോട് കൂടിയിട്ട് എനിക്ക് എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് തളർന്നു പോയെന്ന് പറയണം. അപ്പോഴേക്കും ഭാനുമതി മുത്തശ്ശി വന്നിട്ട് എഴുന്നേക്കാൻ പറയണം. അങ്ങനെ പ്രകാശിനെ എഴുന്നേപ്പിച്ചെടുത്തിട്ട് മൊത്തം ഒന്ന് ഒഴിഞ്ഞു വിടുവാണ്. ദൃഷ്ടിദോഷം ഉണ്ടെ പോട്ടെ, എന്തേലും പേടിയൊക്കെ കിട്ടിയിട്ടുണ്ടെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒഴിയുവാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് കാർത്തിക് കയറി വരുന്നേ. കാർത്തിക് വന്നിട്ട് ഇതെന്താ മുത്തശ്ശി ഇതെന്താ ചോദിക്കുക? മോൾ ഇങ്ങോട്ട് നീങ്ങിക്കാൻ പറയണം. പിന്നീട് കാർത്തികനെ ഒന്ന് ഒഴിഞ്ഞിടുക. അതെ ഇത് ദൃഷ്ടിദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാന്ന് പറയണം. അതിന് എനിക്കിപ്പോ പ്രത്യേകിച്ചുള്ള ദോഷങ്ങളൊന്നും ഇല്ലെന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോ കാണുമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടത് കാർത്തിക മനസ്സിൽ പറഞ്ഞു, ഒരു ദോഷം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകന്റെ കൊച്ചുമാനും കാരണമുള്ള ദോഷങ്ങളും ഉള്ളു കിളവിന്ന് മനസ്സിൽ പറയാണ്. പക്ഷെ ഉറക്കെ പറയാൻ പറ്റില്ലല്ലോ. പിന്നീട് പ്രകാശിനടുത്ത് വന്നിട്ട് കാർത്തിച്ചു, അല്ലച്ചാ ഇന്നലെ കണ്ടത് അവരെ തന്നെയാണോ, ആ സ്ത്രീനെ തന്നെയാണോ ഉറപ്പുണ്ടോന്ന് ചോദിക്കും. അതെ അവരെ തന്നെയാ, പക്ഷെ അവരെങ്ങനെ വന്നെന്ന് അറിയത്തില്ല. മൂക്കി പഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു പറയാ. അല്ല അവര് വന്നെന്ന് ഓർത്തിപ്പോ എന്താ കുഴപ്പം? അവര് മരിച്ചു പോയിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പ്രകാശനും വിക്രവും ഞെട്ടി. ദൈവം മരിച്ചുപോയെന്നുള്ള കാര്യം ഇവളോട് പറയാൻ പറ്റുമോ? തങ്ങള് കൊട്ടേഷൻ അയച്ചായിരുന്നു, അങ്ങനെ ലക്ഷ്മിനെ കൊന്നു തള്ളി എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. കാർത്തി പറഞ്ഞു, അതോർത്തിനി അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ. ഇനി അവര് വരാനൊന്നും പോകുന്നൊന്നുമില്ല. അവരോർത്ത് അച്ഛൻ ഇനി പേടിച്ചിനി ഇരിക്കേണ്ട. അറിയാലോ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ അമ്മ രണ്ടാമത് സമ്മതിച്ചിരിക്കുക. ഇനി ഈ തവണയെങ്കിലും കല്യാണം മുടങ്ങിപ്പോയല്ലെന്ന് പറയാ. അതില്ല, അവൾ എന്താണെങ്കിലും കോടതി വരാൻ പോകുന്നില്ല ലക്ഷ്മി. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയാം. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണം. അച്ഛനറിയാലോ, ഇതേ കല്യാണം നടന്നില്ലെങ്കിൽ നമുക്ക് തന്നെ എന്നെ നാണക്കേട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ചിലരൊക്കെ ആഘോഷിക്കാൻ തുടങ്ങിയെന്ന് പറയണം. ആഘോഷിക്കാൻ എന്ത്? ഇതേ ചിലരൊക്കെ സ്റ്റാറ്റസ് ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്. കല്യാണിയുടെ സ്റ്റാറ്റസ് കാണിച്ചു കൊടുക്കുകയാണ്. കുഞ്ഞിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആഘോഷിക്കുന്നത് കണ്ടില്ലേ? ആ ദീപേ അവരെല്ലാരും കൂടെ ചേർന്നിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കണ്ടില്ലേ? അച്ഛൻ ഇങ്ങനെ ഇരുന്നാൽ മതിയെന്ന് ചോദിക്കും. ശരിയാ മോളെ, എനിക്ക് ആഘോഷിക്കണം. മനോഹർ പറഞ്ഞു, അത് ശരിയാ, ഇതിനേക്കാൾ നല്ല ഗംഭീരമായിട്ട് അച്ഛന്റെ കല്യാണം നമ്മൾ ആഘോഷിക്കും. എന്നിട്ട് ഒരു സ്റ്റാറ്റസ് ഒക്കെ അങ്ങോട്ട് ഇടുമെന്ന് പറയണം. അതിനി അധികം താമസിപ്പിച്ചു കൂടാന്ന് പറയണം. പിന്നീട് ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അതെ ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോ മോളുടെ കല്യാണോ ഈ വിക്രത്തിന്റെ കല്യാണങ്ങൾ നടത്താനായിട്ട്. പ്രകാശം പറഞ്ഞു, നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഒരു ദിവസത്തിൽ തന്നെ ഞാൻ ഒരു മുഹൂർത്തത്തിൽ തന്നെ നടത്തുമെന്ന് പറയാണ്. രണ്ടുപേർക്കും അതിനെ പറ്റിയ ആൾക്കാരെ കണ്ടെത്തണം. ആ കാര്യം എനിക്ക് വിട്ടേക്കാൻ പറയാ. ഇത് കേട്ടാൻ കാർത്തി പറഞ്ഞു, എനിക്കിപ്പോ വിവാഹം ഒന്നും വേണ്ടച്ചാന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, വിവാഹം നടത്തണം. എത്ര നാളെന്ന് വെച്ചാൽ മോളിങ്ങനെ ഇരിക്കുന്നേ. മോളുടെ അമ്മയുടെ കഴുത്തിൽ ഞാനിന്ന് താലി ആർത്തിക്കോട്ടെ, പിന്നീട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ്. ഇത് കേട്ട് ഇത് കാർത്തിക ഒന്നും മിണ്ടാതെ കൂടി പോവാണ്. ഈ സമയം സിറ്റ് ഔട്ടിലേക്ക് ഒരു ടേബിളൊക്കെ കൊണ്ടുവന്നിട്ടു മനോഹർ സരയും കൂടെ ചേർന്നിട്ട്. പിന്നീട് കേക്കൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കുവാണ്. അപ്പുറത്തുള്ളവരും കൂടെ കാണണമല്ലോ, അവിടെ ബർത്ത്ഡേ ഫംഗ്ഷൻ പൊടിക്കുമല്ലേ. പിന്നീട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് സരയു രൂപേനെ ശാരീനെ രാഹുലിനെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ ശാരിക്കും രാഹുലിനും ആണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ദേ നോക്കി നിൽക്കുന്ന കണ്ടില്ലേ, പോയി കേക്ക് എടുത്തോണ്ട് വരാൻ പറയണം. അങ്ങനെ കേക്ക് എടുത്തോണ്ട് വന്ന് ശാരി കേക്ക് വെച്ച് കഴിയുമ്പോഴത്തേനും രൂപ പറഞ്ഞു, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോന്ന് ചോദിക്കാം. വേണം, കേക്ക് കട്ട് ചെയ്യണമെന്ന് പറയണം. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. കേക്കേലാണെങ്കിൽ ഹാപ്പി
കൺമണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. കാരണം ബർത്ത്ഡേക്കും മറ്റുമാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. പക്ഷേങ്കിൽ സരുവിന് ഒരു നിർബന്ധം, അവിടെ കല്ലുമാന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെയും കട്ട് ചെയ്യണം. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൺമണിയുടെ വായിലേക്ക് ഒരു പീസ് കൊണ്ട് വെക്കാൻ തുടങ്ങുമ്പോഴത്തേനും രൂപ പറഞ്ഞു, നീ എന്ത് പരിപാടി സരിയെ കാണിക്കുന്നേ? ജനിച്ചിട്ടതേ 27 ദിവസം അയാളെ കുഞ്ഞിന്റെ വായിലേക്കാണോ കേക്ക് കൊണ്ട് വെക്കാൻ തോന്നുന്നത്? അയ്യോ, ഞാൻ കൊണ്ടേ കൊടുക്കാൻ നോക്കിയതൊന്നും അല്ല ആന്റി, ഇത് വെറുതെ ഞാൻ കൊണ്ടുവന്ന് വെച്ചൊരു സന്തോഷത്തിന് വേണ്ട. അതിന് കുഞ്ഞിന്റെ അമ്മൂമ്മയ്ക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ലോ, അതുകൊണ്ടാന്ന് പറയണ. ശരി ആയിക്കോട്ടെ എന്ന് പറയാ. പിന്നീട് ശാരിക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട്. ശാരിക്ക് രാഹുലിനോ കൊടുത്തു. ഈ സമയത്തൊക്കെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒരു ജീവശവം പോലെ രണ്ടുപേരും നിൽക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രൂപ പറഞ്ഞു, അല്ല കുഞ്ഞിന്റെ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും ഒന്നും ഒരു സന്തോഷമില്ല മുഖത്ത്. എന്ത് ചെയ്യാൻ എന്റെ ആന്റി, ഇത് കണ്ടോ ചത്ത വീട്ടിൽ നിൽക്കുന്ന പോലെ രണ്ടുപേരും നിൽക്കുന്നേ. പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടുപേരും ഭ്രാന്ത, രണ്ടുപേരും സൈക്കാട്രിസ്റ്റിനെ കൊണ്ട കാണിക്കേണ്ടി വരുമെന്നാ തോന്നിയെന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ശാരി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോടാം. മനോഹർ ആ പുറകെ പോയി. രൂപയും പോയി കഴിഞ്ഞപ്പോഴത്തേനും ശാരി രാഹുലും മാത്രം സിറ്റ് ഔട്ടിലായി. ഈ സമയത്ത് മനോഹർ പറഞ്ഞ്, നിൽക്കുന്ന ഇപ്പൊ ഉണ്ടല്ലേ രണ്ടുപേരും കൂടെ, ശവം കണക്കിന് നിൽക്കുന്ന ഇപ്പൊ കണ്ടില്ലേ ചോദിക്കാൻ. കിരൺ പറഞ്ഞു, അത് ശരിയാ, സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അഭിനയിച്ചല്ലേ മതിയാവുള്ളൂ പറയാണ്. അത് ശരിയാ, കിട്ടേണ്ട പണി തന്നെ രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും കുറെ കാലത്തിന് ശേഷം എങ്ങനെയൊന്ന് സന്തോഷിക്കുന്നത് എന്ന് കിരണ് ചന്ദ്രസേനോട് പറയണം. ഈ സമയം ആകപ്പാടെ വിളറി പോണ്ട്. പ്രകാശം നേരെ ചിലത് രാജപ്പനെ കാണാനായിട്ടാണ്. രാജപ്പനെ കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രാജപ്പൻ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുക. രാജപ്പന് ചിരി കണ്ടപ്പോഴത്തേനും പ്രകാശം ചോദിച്ചു, എന്താ രാജപ്പണ്ണ എന്തിനാ ചിരിക്കണമെന്ന് ചോദിക്കുക. എടാ പ്രകാശ, എങ്ങനെ ചിരിക്കായിരിക്കും, ഇതുപോലെയുള്ള കോമഡി ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കേ, പ്രേതം വന്നു പോലും. എടാ അവൾ എങ്ങനെ പ്രേതമായിട്ട് വരാനിട്ടാ? മരിച്ചു മണ്ണടിഞ്ഞു പോയാൽ അവള് പ്രേതമായിട്ട് വരുവോ? ഒരു കാരണവശാലില്ല. അതൊക്കെ നിന്റെ വേറും തോന്നല് മാത്രല്ലേ. അല്ലണ്ണ, ഞാൻ ശരിക്കും കണ്ടതാ. എന്നാ നിന്റെ തോന്നലാ. ഇതേ പ്രേതം പിശാചം എന്നൊക്കെ പറഞ്ഞിരുന്നാലേ കല്യാണം കൂടെ മുടങ്ങും. 2 കല്യാണം നിന്റെ കഴിഞ്ഞ, മൂന്നാമതേ അവര് നിന്നെ കെട്ടാൻ നിന്നോടൊപ്പം വരാന്ന് പറഞ്ഞ തന്നെ നിന്റെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് തന്നെയാ. ഇനി നീയായിട്ട് അത് മുടക്കരുത്. കാരണം 1-2 ലക്ഷം രൂപയല്ല കടം നിനക്ക്, 10-22 ലക്ഷം രൂപയുണ്ട്. അതൊക്കെ എനിക്ക് അറിയാണ്ണ. അങ്ങനെയാണെങ്കിൽ ഈ പ്രേതത്തിനും പൂത്തിനും പിശാചിനെയും ഒക്കെ മാറ്റി നിർത്തിയിട്ട് നീ അവളുടെ കഴുത്തിൽ താലി ആർത്താൻ നോക്കാൻ പറയണോ? ശരിയാ, അങ്ങനെ ചെയ്യാല്ലേ. അല്ല അണ്ണൻ ഇനി വല്ല തിരുമേനിമാരെയും പരിചയമുണ്ടോ? ഇങ്ങനെ ഇതൊക്കെ വരെ പ്രേതം പൂതമൊക്കെ വരുന്ന കഴിയുമ്പത്തേനും എന്തേലും മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഈ ചരടൊക്കെ ജപിച്ചു കിട്ടുന്ന ആരെങ്കിലും അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഒരു ഉപകാരമായിരുന്നു പറയണം. അതോ അതിന്റെ ആവശ്യമൊന്നും ഇല്ലടാ, നിനക്കതൊന്നും വേണ്ട. ഒരു പ്രേതം പിശാചൊന്നും നിന്റെ അടുത്ത് അടുക്കാനും പോകുന്നില്ല, നീ അതോർത്ത് പേടിക്കണമെന്ന് പറയണം. എന്നാലും പ്രകാശന് വല്ലാത്തൊരു ടെൻഷനുണ്ട്, എങ്ങനെയായി തീരും എന്തായി തീരും എന്നൊക്കെ. പിന്നീട് രാജപ്പണ്ണനോട് അങ്ങനെ വാക്കൊക്കെ പറഞ്ഞിട്ട് പ്രകാശം പോവാ, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്താന്നൊക്കെ പറഞ്ഞിട്ട്. കല്യാണം നടത്തിയാലേ ഇനിയിപ്പം ബാക്കി സ്വത്തുങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടുള്ളൂ. ഈ സമയം രൂപയ്ക്ക് എത്രയും പെട്ടെന്ന് കല്ലുമാന്റെ അടുത്തേക്ക് ഒന്ന് പോയാൽ മതി എന്നുള്ളൂ. രൂപ പറഞ്ഞു, എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അവിടെ ചെല്ലായിരുന്ന ശരിയാകത്തില്ലെന്ന് പറയാം. ഇത് കേട്ടോ സരി പറഞ്ഞു, ആന്റി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി, എന്തിനാ ഇത്ര പെട്ടെന്ന് പോകുന്നേ? ഇത്ര പെട്ടെന്ന് പോകണ്ട, താമസിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയണം. അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു. രാത്രി കഴിഞ്ഞപ്പോഴത്തേനും ശാരി കിടന്നിട്ട് ശാരിക്ക് ഉറക്കം വരുന്നില്ല. ശാരി വല്ലാതെ വിരുമ്പി കരയുവാണ്. ഈ സമയത്ത് രാഹുൽ എഴുന്നേറ്റ് ചോദിച്ചു, നീ എന്തിനാ ശാരി കിടന്ന് കരയണ എന്തിനാന്ന് ചോദിക്കാം. ഞാൻ കരയണ എന്തിനാന്നോ, കുറെ കാലമേ ഞാൻ കരയാൻ തുടങ്ങിയിട്ട്, കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് അറിയാം. ഇനി ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? എല്ലാം സംഭവിക്കേണ്ട എല്ലാം സംഭവിച്ചില്ലെന്ന് ചോദിക്കുക. എന്റെ മോളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാം നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണം നിങ്ങൾ ആ ചതി ചെയ്തേന്ന് പറയാണ്. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയി. ഇനി അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോന്ന് ചോദിക്കാം. ദേ നിങ്ങളെ അക്ഷരം മിണ്ടരുത്. നിങ്ങൾ എത്ര കാലം ആ ചന്ദ്രസേനയും രൂപേനും ഒരു തെറ്റും ചെയ്യാതെ അകറ്റി നിർത്തിയത്, അതിനുള്ള കൂലി ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ കല്യാണിക്കിട്ട് പണി കൊടുക്കാൻ തീരുമാനിച്ചിട്ട് തിരിച്ചത് ബൂമറാങ് വല്ല തിരിച്ചിങ്ങോട്ട് വന്നില്ലേ? അത് നമ്മുടെ മോൾക്കിട്ട് തന്നെ പണി കിട്ടിയില്ലേ? എന്നിട്ട് ഇപ്പൊ എന്തായി കാര്യങ്ങള്? അപ്പൊ അവനെ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കാം. ഇത് കേട്ടാൽ രാഹുൽ പറഞ്ഞു, ഒന്നെങ്കിൽ അവനെ വല്ല ജയിലിലേക്കും വിടണം, അല്ലെ അവനെ കൊന്നു തള്ളണം. ഇത് രണ്ടിലേതെങ്കിലും നടക്കണം, എങ്കിൽ മാത്രം അവന്റെ ശല്യം ഇല്ലാതായി തീരുവുള്ളൂ എന്ന് പറയാണ്. ഈ സമയം ശാരി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ലോ എന്ന് പറയാണ്. അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് ആ കുഞ്ഞിനെ തന്നെ അങ്ങോട്ട് കളയാന്ന് പറയാണ്. കുഞ്ഞിനെ കളയാനോ? അപ്പൊ നിനക്ക് ഇത്രയൊന്നും കിട്ടിയത് പോരെ, ഇനിയും നിനക്ക് വേണോന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാഹുല് പറഞ്ഞു, അല്ല അത് പിന്നെ ശാരി ഞാൻ കൂടുതലൊന്നും പറയണ്ട, ആ കുഞ്ഞിനെ കളയാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അടി അങ്ങനെ കൊന്നു കളയുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെയോ ആ കുഞ്ഞിനെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് കളയോ അല്ലെ ആർക്കെങ്കിലും കൊടുക്കുവോ ഉപേക്ഷിക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് പറയാണ്. അതൊന്നും ശരിയാകത്തില്ല. അതിന് സരയു സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സരയുവിന്റെ സമ്മതം മേടിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? അല്ലല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടാന്ന് പറയാണ്. പിന്നീട് അവസാനം ശാരി സമ്മതിക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്യ. ഇനിയിപ്പോ ആ കുഞ്ഞുള്ളിടത്തോളം കാലം എന്റെ സരയുവിന് നല്ലൊരു ജീവിതം കിട്ടാൻ പോകുന്നില്ല.
സരിയുടെ നല്ല ജീവിതത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇഷ്ടം അത് എന്താണെന്ന് ചെയ്യുക, അതിന് ഞാൻ കൂട്ടു നിൽക്കാം, അല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ലോ എന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.